ആക്ച്വൽ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ, ഇത് സത്യമാണ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനും ഈ യൂണിവേഴ്സും നമ്മളും മനുഷ്യരും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ ഇത് പലരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ വല്ല സത്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അഥവാ പലരും ഇന്ന് ചോദിക്കുന്നൊരു ഡൗട്ട് തന്നെയാണ്, ഇത് വെറുതെ ചിന്തിച്ചാൽ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് ഓരോന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ ഇത് യഥാർത്ഥമായി പ്രവർത്തിക്കുന്നതാണോ എന്നിങ്ങനെയുള്ള പലർക്കുമുള്ള സംശയം. അഥവാ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മാന്ത്രികനെ വിളിച്ചു വരുത്തുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഒരു അത്ഭുത വിളക്ക് പ്രവർത്തിപ്പിക്കുന്നതോ പോലെ, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുമ്പോൾ ആലംബന എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുന്നതാണ്. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ ജീവിതത്തിൽ സത്യമാണ് എന്നതാണ്. അഥവാ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ മുഴുവൻ ഹൃദയത്തോടും അല്ലെങ്കിൽ മനസ്സോടും ചേർന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങൾക്കായി സംഭവിക്കാൻ തുടങ്ങും എന്നതാണ്. അഥവാ നമ്മുടെ ചിന്തയുടെ ശക്തി, അഥവാ നമ്മുടെ തോട്ട്സ് പവർ എന്നത് നമ്മുടെ ലൈഫിലും അല്ലെങ്കിൽ എല്ലാ കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും ജനിച്ചിട്ടുള്ളത് ഒരാളുടെ ചിന്തയിൽ നിന്നാണ്. അത് എന്താണെങ്കിലും ചെറിയതും വലുതുമായിട്ടുള്ള എന്താണെങ്കിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ, അതിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, അതുപോലെ പലതരം വാഹനങ്ങൾ, എന്ത് തന്നെ ഉണ്ടായിട്ടുള്ളതും ഒരാളുടെ ചിന്തയിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ചിന്തയിലാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്, ഉത്ഭവം കൊണ്ടിട്ടുള്ളത് എന്നതാണ്. എന്നിട്ടാണ് അത് പുറം ലോകത്തേക്ക് ഒരു സൃഷ്ടിയായി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും ഇത് സത്യമാണ് എന്ന്. വിജയികളുടെ രഹസ്യവും ലോ ഓഫ് അട്രാക്ഷനും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്ന് നോക്കും. അഥവാ ജീവിതത്തിൽ വിജയിച്ചവർക്കെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ അറിയുമോ? പക്ഷെ ഇത് അറിയുമോ അറിയില്ല എന്നതല്ല, എന്നാൽ അവർ അറിയാതെ തന്നെ അതിൻ്റെ വഴികളിൽ അവർ സഞ്ചരിക്കുന്നു എന്നതാണ്. ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാർ ഇത് എന്ത് തീരുമാനിച്ചു ആദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലകത്ത് ചിന്തകളായി ജനിക്കുകയും അതിൽ പിന്നെ എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എത്ര പണം വേണം എന്നിങ്ങനെ അവൻ തൻ്റെ സ്വപ്നം ബിലീഫോടുകൂടി കാണാൻ തുടങ്ങുകയും ഇത് തുടർച്ചയായി ഉള്ളിൽ ഒരു ഇമാജിനേഷൻ രൂപത്തിൽ അല്ലെങ്കിൽ വിഷ്വലൈസ് രൂപത്തിൽ അല്ലെങ്കിൽ ഭാവനയിൽ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അഥവാ അദ്ദേഹം അതിനെ കൂടുതലായി ബിലീവ് ചെയ്യുകയും ഇത് സാധ്യമാക്കി എടുക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നതിനാൽ അത് സക്സസ് ആവുകയും ചെയ്യും. അഥവാ അദ്ദേഹം അറിയാതെ തന്നെ ലോ ഓഫ് അട്രാക്ഷനെ എല്ലാ തരം ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിരിക്കും. ഇതിനെയാണ് നമ്മൾ തോട്ട്സ് ആൻഡ് വിഷ്വലൈസേഷൻ ആൻഡ് അഫർമേഷൻ അല്ലെങ്കിൽ പ്രവൃത്തി അല്ലെങ്കിൽ ബിലീവ്സ്, പിന്നെ അതിൻ്റെ ഫലവും ലഭിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് സക്സസ് ആയ ആളുകളിലൂടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് പലർക്കും ഫലം കിട്ടുന്നുമില്ല? ഇതുകൊണ്ട് അഥവാ പലരും ലോ ഓഫ് അട്രാക്ഷൻ വേഗത്തിൽ ഫലം കിട്ടണം എന്ന രീതിയിൽ ചിന്തിക്കുകയും അല്ലെങ്കിൽ അത് ഓരോ ദിവസമോ അല്ലെങ്കിൽ മന്ത്സോ അല്ലെങ്കിൽ മാസങ്ങളോ ഇയറോ കാത്തിരിക്കാതെ ഉടൻ തന്നെ അതിനുള്ള കാര്യങ്ങൾ നടക്കണം എന്നവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അഥവാ ഫലം വന്നില്ലെങ്കിലും ഉടനെ അവരിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വരാൻ തുടങ്ങും. അഥവാ എനിക്കൊന്നും ശരിയാവുന്നില്ല, എനിക്ക് ഭാഗ്യമില്ല, അല്ലെങ്കിൽ ഇത് വെറും കഥകളാണ്. ഈ ചിന്ത തന്നെ അവർക്കുള്ള ഫലം തടസ്സപ്പെടുത്തുന്നത്. അഥവാ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നില്ല എന്നല്ല, സ്വയം തന്നെ അതിനൊരു തടസ്സം സൃഷ്ടിക്കുകയാണ് ഈ ചിന്തകളിലൂടെ ചെയ്യുന്നത്. അഥവാ നമ്മുടെ മൈൻഡിൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ് വളരെ ശക്തമാണ് എന്നാണ്. അതിലെ ശരി എന്താണോ തെറ്റെന്താണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ സ്ഥിരമായി നൽകുന്ന തോട്ട്സുകൾ അതിന് സത്യം പോലെയാണ്, അഥവാ ചിന്തകൾ അതിന് സത്യം പോലെയാണ്. അഥവാ നമ്മൾ എന്നും എനിക്കറിയില്ല, എനിക്ക് കുറവാണ് എന്ന് ചിന്തിച്ച് കുറവേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നമ്മൾ എനിക്ക് സാധിക്കും, എനിക്ക് അതിന് കഴിയും, അല്ലെങ്കിൽ അത് എൻ്റെ കൈവശമുണ്ട് എന്ന് ചിന്തിച്ചാൽ അത് മാത്രമാണ്, അല്ലെങ്കിൽ അതിനുള്ള വഴികളും കാര്യങ്ങളും നമ്മളിലേക്ക് ആകർഷിക്കും എന്നതാണ്. അഥവാ മനസ്സ് ചിന്തകളും ആവർത്തിക്കുന്ന ചിന്തകളും മാത്രമേ മനസ്സിലാക്കാൻ അതിന് സാധിക്കുകയുള്ളൂ എന്നതാണ്. അത് വിഷ്വലൈസ് ചെയ്യുക എന്നതും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. അഥവാ ശരിയായ ലോ ഓഫ് അട്രാക്ഷൻ പ്രാവർത്തികമാക്കാനുള്ള വഴികൾ എന്തൊക്കെയോ ഒന്ന് നോക്കാം. അഥവാ ഒരു വ്യക്തമായ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഡിസയർ ഉണ്ടായിരിക്കണം നമുക്ക്. അഥവാ നമ്മൾ എന്താണ് അല്ലെങ്കിൽ ഹൗ ടു കൺവേ അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത് എന്ന് വ്യക്തമായി പറയുക. അഥവാ എനിക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാൻ സമ്പത്ത് വേണം,
അല്ലെങ്കിൽ എന്ന് പറയുന്നതിന് പകരം എനിക്ക് സ്ഥിരമായൊരു ജോലി വേണം, എനിക്കൊന്നും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല, അല്ലെങ്കിൽ ഇത് വെറും കഥകളാണ് എന്ന് മനസ്സിൽ ചിന്തിച്ച്, അല്ലെങ്കിൽ ഈ ചിന്ത ആവർത്തിച്ചിട്ടുള്ള പല തടസ്സങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ നേടുന്നതിന് പ്രവർത്തിക്കുന്നതിൽ തടസ്സമാവുന്നത്. അഥവാ സ്വയം തന്നെ അതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ഈ ചിന്തകൾ കൊണ്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് പലർക്കും ലോ ഓഫ് അട്രാക്ഷൻ സത്യമാണോ, അല്ലെങ്കിൽ റിയൽ ആണോ, അല്ലെങ്കിൽ ഇത് കെട്ടുകഥയാണോ, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് തോട്ട്സ് വീഴുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ സത്യം തന്നെയാണ് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സൃഷ്ടിയും ആദ്യം ഉണ്ടായിട്ടുള്ളത് മനസ്സിൽ നിന്നാണ്. അതുതന്നെയാണ് നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ. നമ്മൾ വിശ്വസിച്ച് അതിലേക്ക് എനർജിയും നമ്മുടെ ടൈമും എഫേർട്ടും കുറച്ച് സമയം കൊടുത്ത് ബിലീവ് ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുന്നത് വരെ ക്ഷമയോടുകൂടി കിട്ടും എന്നുള്ള കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് അതിൻ്റെ ഫലത്തിനായി റിസീവ് ചെയ്യാൻ കാത്തിരിക്കുമ്പോൾ അത് നമുക്ക് സംഭവിക്കും. ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് റിയൽ ആയിട്ടുള്ള കാര്യം തന്നെ. ഓക്കെ, താങ്ക് യു.